കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോ UDF ഒരു പ്രതിസന്ധിയിലാണെന്ന് വിശ്വസിക്കുന്നില്ല. ഞാൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം കേരളത്തിലെ പൊതുജന സമൂഹം കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം അവസാനിപ്പിച്ച് UDFിൻ്റെ കരങ്ങളിലേക്ക് ഭരണം ഏൽപ്പിക്കാൻ കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എങ്ങനെയാണ് ഞാൻ ആത്മവിശ്വാസമില്ലാതെ സംസാരിക്കുന്നത്? എനിക്ക് പരിപൂർണമായ ഞാനിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്? ഞാൻ ഈ ഗോദാവരിയിലാണ് ഞാൻ താമസിക്കുന്നത്. സുധാകരനും അടൂർ പ്രകാശും ഇവിടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സുധാകരനെ കാണാൻ വരുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്. കാരണം സുധാകരൻ ഇവിടുത്തെ ഈ ഗോദാവരി ഫ്ലാറ്റിലുണ്ട്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിക്കാനില്ലാത്ത ഒരാളായിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP മാത്രമാണ് മത്സരിക്കുന്നില്ല എന്ന് ഇത്തവണ പരസ്യമായി പറഞ്ഞത്. പല MPമാരും മത്സരമോഹവുമായി നടക്കുകയാണ്. അല്പസമയം മുമ്പ് ഒരു തോൽക്കാൻ സാധ്യതയുള്ള സീറ്റ് കോഴിക്കോട്ടെ സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റിൽ പോലും മത്സരിച്ച് ജയിക്കാൻ കേൾപ്പുണ്ട് എന്ന് MK രാഘവൻ പറയാതെ പറയുകയും ചെയ്തു. അപ്പോൾ കൂടുതൽ MPമാർ സമ്മർദ്ദമായി രംഗത്തേക്ക് വരികയാണോ? ഞാൻ ബിനു എൻ്റെ ആദ്യത്തെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഞാൻ മത്സരിക്കാനില്ല. മാത്രമല്ല പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഒരിക്കലും മത്സരിക്കാൻ അവസരം കൊടുക്കരുത്. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അവസരം കൊടുക്കാൻ തയ്യാറായാൽ രണ്ടാമത്തെ ആൾ വരും, മൂന്നാമത്തെ ആൾ വരും. അത് പാർട്ടിയുടെ മുഴുവൻ പ്രതിച്ഛായയും ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമായി ഈ മുന്നറിയിപ്പ് പാർട്ടിക്ക് കൊടുത്തത്. ഒരു കാരണവശാലും MPമാരെ പരിഗണിക്കരുത്. അവരുടെ ജോലി എന്ന് പറയുന്നത് അവരുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുന്ന അസംബ്ലിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യമാണ് അവർ ഏറ്റെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയാം. ഈ തർക്കമുണ്ട് എന്ന് പറയുന്ന MPമാർ മത്സരിക്കണമെന്ന് പറയുന്ന ഈ 2 മണ്ഡലങ്ങൾ, അതായത് ഒഴിച്ചിട്ടിരിക്കുന്ന കോന്നിയും കണ്ണൂരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രശ്നം തീർന്നല്ലോ. പിന്നെ അവരൊരിക്കലും ഇവിടെ സ്ഥാനാർത്ഥിത്വം വേണമെന്ന് പറഞ്ഞ് നിൽക്കില്ലല്ലോ. അപ്പോൾ പിന്നെ അല്ല, നിങ്ങൾ ചുമ്മാ എന്നെ വീട്ടിലാക്കണ്ട, ഹൈക്കമാൻഡ് കുഴപ്പമാണെന്ന് ചോദിച്ചാൽ. അപ്പം നിങ്ങൾക്ക് ദോഷൈക ദൃക്കുകൾക്ക് എന്ത് വേണേലും പറയാം. പക്ഷേ ഞാൻ പറയുന്നു, ഇന്ന് ഇപ്പോൾ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതോടുകൂടി എല്ലാ വിഷയങ്ങളും അവസാനിക്കും. പിന്നെ പറയുന്നത് അപ്പോൾ ഒരു ഇളവ് നൽകരുതെന്നുള്ളതാണോ? ഒരു ഇളവിൻ്റെ ആവശ്യമില്ലെന്നുള്ളതാണോ? ഒരു MPമാർക്കും ഇളവിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണോ? അല്ല, ഇപ്പോൾ ഒരു MPക്ക് കൊടുത്താൽ പിന്നെ രണ്ടാമത്തെ MP വരും, രണ്ടാമത്തെ MPക്ക് കൊടുത്താൽ മൂന്നാമത്തെ MP വരും. ആ MPമാരുടെ ആഗ്രഹങ്ങൾക്ക് തിരശ്ശീല വീഴണമെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടിയന്തരമായി നടത്തിയാൽ അതോടുകൂടി തീരുമല്ലോ. ഞാൻ പറഞ്ഞു, സുധാകരൻ ഈ ഗോദാവരി ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരവ് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. ഞാൻ അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യനെ സ്വാന്തനിപ്പിക്കാൻ പോകേണ്ട ഒരാളല്ല. അദ്ദേഹം കണ്ണൂർ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ പിന്നെ ഞാൻ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞ ഒരു MP ആകുമ്പോൾ സ്വാഭാവികമായി എന്നെ കാണുന്നത് അദ്ദേഹത്തിന് ചതുർത്ഥി കാണുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ കാസർഗോഡിനെ സംബന്ധിച്ച് ചില വാർത്തകൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ശുപാർശ ചെയ്ത ചില സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ ഇന്ന് ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടിസ്ഥാനരഹിതമാണ്. ഞാൻ കാസർഗോട്ടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടപെട്ടിട്ടില്ല. 2019 കാസർഗോട്ട് മത്സരിച്ച് 40,438 വോട്ടിന് ജയിച്ച ഒരു MPയാണ് ഞാൻ. ആ മണ്ഡലം പൊന്നുപോലെ ഞാൻ നഴ്സ് ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആധിപത്യമുള്ള ആ മണ്ഡലം, പണ്ട് നെഹ്റുവിനെ പോലും വെല്ലുവിളിക്കാൻ AK ഗോപാലിന് ആത്മധൈര്യം കൊടുത്ത ആ മണ്ഡലം, ആ മണ്ഡലത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ജയിക്കുമ്പോൾ 1,649 വോട്ടിനാണ് ഞാൻ ജയിച്ചത്. ഇന്നും ഞാൻ പറഞ്ഞോട്ടെ, ഇന്നും ഞാൻ ആ മണ്ഡലം പൊന്നുപോലെ നോക്കുന്നുണ്ട്. ആ മണ്ഡലത്തിൽ എന്നെ അപമാനിച്ച, അവഹേളിച്ച, അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ആരെങ്കിലുമാണ് സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് ഞാൻ ഉദ്ദേശിച്ചൊക്കെ എല്ലാവർക്കും അറിയാം, ആർക്കും അറിയാം. അല്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, എന്നെ അപമാനിച്ച, അവഹേളിച്ച, അപകീർത്തി നടത്തുന്ന, പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന, കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി എതിർക്കുന്ന ഒരാളിന് അതാരോ ആയിക്കോട്ടെ സീറ്റ് കൊടുത്താൽ അത് ഒരിക്കലും ഈ മുന്നണിയുടെ വിജയത്തിന് ഉതകുന്ന ഒന്നായിരിക്കില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്.
മനസ്സിലാകാത്ത അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ ശ്രമിക്കണ്ട. ഞാൻ പറഞ്ഞില്ലല്ലോ പാളിയെന്ന്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്നെ കഴിഞ്ഞ കുറേ കാലമായി അപമാനിക്കുന്ന, അവഹേളിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന, പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ ഒരിക്കലും പട്ടികയിൽ പരിഗണിക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പരിഗണിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? പരിഗണിക്കാൻ പാടില്ല. ഒരു ചോദ്യം, ഇപ്പോൾ പരസ്യമായി പ്രതിഷേധിച്ച് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അടക്കം വൈകാരികമായി പ്രതികരിച്ച് കെ സുധാകരനാണ് പ്രത്യക്ഷത്തിലുള്ളത്. പക്ഷേ ഇതിന്റെ ബാക്ക് ഡോറിലൂടെ അടൂർ പ്രകാശും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അടൂർ പ്രകാശ് നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് വാങ്ങി ശിവഗിരി മഠത്തെ അടക്കം ഇടപെടുത്തുന്നു. ഇതൊക്കെ നല്ല നീക്കങ്ങളായി കാണുന്നുണ്ടോ? ഒരു MP, താങ്കൾ പറയും MP മാർ ആ മണ്ഡലങ്ങളെയാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ടെന്യൂർ അവർ ഇവിടെ സർവീസ് ചെയ്യാണ് വേണ്ടത്. പക്ഷേ ഇതല്ലല്ലോ നടക്കുന്നത്. രണ്ടുപേര് കൃത്യമായി ആസൂത്രണം ചെയ്തുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ശിവഗിരി മഠം ആർക്കും വേണ്ടിയും രംഗത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശിവഗിരി മഠത്തിൻ്റെ പേര് പല ആളുകൾ ഉപയോഗിക്കുകയാണ്. ഒരു കാരണവശാലും ശിവഗിരി മഠം ഇന്നാരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് ഞാൻ കേട്ടത് എന്താണ്? ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രൻ, ശ്രീ കെ സുധാകരൻ, അടൂർ പ്രകാശിനെ പരിഗണിക്കണമെന്ന് അവർ പറഞ്ഞേ. അപ്പോൾ പരിഗണിക്കുന്നെങ്കിൽ 3 പേരെയും പരിഗണിക്കണേ. ശിവഗിരി മഠം പറഞ്ഞ അനുസരിച്ചിട്ടാണ് സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതെങ്കിൽ 3 പേരെയും പരിഗണിക്കണമല്ലോ. ഈ സഭ ഇടപെടുന്നു, അതുപോലെ തന്നെ ഈ ശിവഗിരി പോലുള്ള SNDP പോലുള്ള സമുദായ നേതൃത്വങ്ങൾ ഇടപെടുന്നു. ഇതൊക്കെ കോൺഗ്രസിനെ വല്ലാണ്ടങ്ങ് സമ്മർദ്ദപ്പെട്ട് ഇവരാരും CPM-ന്റെ പട്ടികയിലൊന്നും ഇടപെട്ട് കണ്ടതുമില്ലല്ലോ. അല്ല, ഞാൻ സഭ ഇടപെടുന്ന വിവരമൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ പാർലമെൻറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കഴിയുന്ന ഒരാളാണ്. കേരളത്തിൽ ആരെയൊക്കെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനാകില്ല. അല്ല, MP എന്ന നിലയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ആരും എന്നോട് ചർച്ച നടത്തിയിട്ടില്ല. ഒരു കാര്യം കൂടി, താങ്കൾക്ക് ഒരു സർവേ ഉണ്ട്. അല്ല, കഴിഞ്ഞ 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും 2019 ഉദുമയിൽ എനിക്ക് ലീഡായിരുന്നു. 10,000 വോട്ടിന് മേളിൽ ലീഡാണ്. ഇത്തവണയും എനിക്ക് ലീഡാണ്. മാത്രമല്ല, കാസർഗോഡ് 5 പാർലമെൻറ്റ് മണ്ഡലത്തിൽ 2 ലീഗിന് അതിശക്തമായ മണ്ഡലമാണ്. അവിടുത്തെ എൻ്റെ ഭൂരിപക്ഷം അൺകൗണ്ടബിളാണ്. കാര്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഭൂരിപക്ഷമാണ്. 35,000 മേളിലാണ്. പക്ഷേ മറ്റു 3 മണ്ഡലങ്ങളായ ഉദുമയിലും കാഞ്ഞങ്ങാട്ടും തൃക്കരിപ്പൂരിലും എനിക്ക് 10,000-ൽ അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. തൃക്കരിപ്പൂര് ഞാൻ നിന്നാൽ ജയിക്കും, പിന്നെ കാഞ്ഞങ്ങാട്ട് നിന്നാലും ജയിക്കും, ഉദുമ നിന്നാലും ജയിക്കും. ആ വിജയസാധ്യതയുള്ള MP-യാണ് പറഞ്ഞത് എനിക്ക് ഇന്ന് പാർലമെൻറ്റ് അംഗത്വമുണ്ട്, അതിൽ ഞാൻ പരിപൂർണ സംതൃപ്തനാണ്. ആ സംതൃപ്തിയിൽ ഇനി 3.5 കൊല്ലം കൂടി എനിക്കുണ്ട്. ആ 3.5 കൊല്ലവും അവിടെ എന്നെ ജയിപ്പിച്ച് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം വിട്ട് മറ്റൊന്നിലേക്ക് പോകാൻ ഞാനില്ല. ആർക്കെതിരെ? നിങ്ങൾ ചുമ്മാ വ്യക്തികളുടെ പേര് പറയാതെ എന്തിനാ വ്യക്തികളുടെ പേര്? ഞാൻ പറയട്ടെ, ഞാനിവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഒരു വ്യക്തിയെ കോട്ട് ചെയ്യുന്നേ? നോ, ഞാൻ പറഞ്ഞത് ഈ നിൽക്കുന്ന ചാനലുകൾക്കെല്ലാം മനസ്സിലായി. റിപ്പോർട്ടിനൊഴിച്ച് ഏതാണ് ബിഗ് TVക്ക് ഒഴിച്ച് നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും, ഈ കളർ കണ്ടാൽ ഞാൻ റിപ്പോർട്ടർ എന്ന് പറഞ്ഞു, നിങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലായി. നിങ്ങള് അത് വെല്ലുവിളിച്ച ആരാ? നിങ്ങൾ കാസർഗോട്ട് ജനങ്ങളോട് ചോദിക്കുക. അവിടുത്തെ മാധ്യമം, നിങ്ങൾ ബിഗ് ടിക്ക് കാസർഗോട്ട് ബ്യൂറോ ഉണ്ടല്ലോ, അവരെ വിളിച്ചു ചോദിക്കുക ആരാന്ന്. അല്ല, ഞാൻ എൻ്റെ വായിന്ന് പറയില്ല. ഞാൻ നിങ്ങളോട് പറയാം, മാധ്യമ പ്രവർത്തകർക്ക് എന്ത് ചോദ്യം ചോദിക്കാം. പറയട്ടെ, എനിക്ക് അസഹിഷ്ണുതയൊന്നുമില്ല. ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അസഹിഷ്ണുതപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. നിങ്ങളെ ഇത്രയും ദിവസം നിങ്ങളുടെ കാവലിരുന്ന് ആരെ കാണാനാ? പക്ഷേ എന്നും ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട്. മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഒരു കാലത്ത് ഒളിച്ചോടിയിട്ടുള്ള പാരമ്പര്യം എനിക്കില്ല. No, you ask somebody to explain that. So everybody understood what I have said. English also, sir, but you are കാഞ്ഞങ്ങാടൊക്കെ കേരള കോൺഗ്രസിൽ ആരെങ്കിലും ഉണ്ടോ? കാഞ്ഞങ്ങാടൊക്കെ കേരള കോൺഗ്രസിന് കൊടുക്കുമെന്ന് പറയുന്നു.
മുന്നണി സംവിധാനത്തിൽ എല്ലാ സ്ഥലത്തും എല്ലാവർക്കും ശക്തി ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ മുന്നണി സംവിധാനമാകുമ്പോൾ ചില സ്ഥലങ്ങളിൽ പാർട്ടിക്ക് ദൗർബല്യം ഉള്ളിടത്തും സ്ഥാനാർത്ഥികളെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ജില്ലകളിൽ ആധിപത്യമില്ലാത്ത ജില്ലകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായി എല്ലാ ജില്ലകളിലും ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമഭാവനയോടുകൂടി കാര്യങ്ങൾ കാണുമ്പോൾ മുന്നണി സംവിധാനത്തിൽ മുന്നണിക്ക് കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അംഗബലം നോക്കിയിട്ടല്ലോ കൊടുക്കുന്നത്. അപ്പം മുന്നണി സംവിധാനത്തിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകണം. അതിനാണ് മുന്നണി സംവിധാനത്തിൽ പല സീറ്റുകളിലും പല വിട്ടുവീഴ്ചയും ചെയ്യുന്നത്. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ശരത്ലാലിന്റെ പെങ്ങളെയൊക്കെ പരിഗണിച്ചിരുന്നു പറഞ്ഞു. ഇവരൊക്കെ ആരാണ് സാർ വെട്ടിയത്? എനിക്കറിയത്തില്ല ആരെയൊക്കെ പരിഗണിച്ചു എന്നുള്ളത്. എനിക്ക് പരിഗണിച്ചവരെല്ലാം എല്ലാവരും ജീവനോടിപ്പോണ്ട്. നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി ആരെയൊക്കെ എവിടെയൊക്കെ പരിഗണിച്ചു. തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടും വച്ചുമാറിയാൽ വരുന്ന സ്ഥാനാർത്ഥികൾ ആരായാലും അംഗീകരിക്കും MP? ഞാൻ പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ UDF പ്രഖ്യാപിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും കാസർഗോഡ് MP-യുടെ സ്ഥാനാർത്ഥികളാണ്. ഒരാൾക്കെതിരെ ഒരക്ഷരം പോലും ഞാൻ ഉരിയാടത്തില്ല. അല്ല, നിങ്ങൾക്കിപ്പോ നിങ്ങൾ ഇത്രയും നേരം എന്നെ ചൊറിഞ്ഞിട്ടും മതിയായില്ല. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ പോകും. മനസ്സിലായില്ലേ? ശശി തരൂരിനൊന്നും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ ആരാണോ അദ്ദേഹത്തെ വിശ്വാസത്തിൽ എടുക്കാത്ത അവര് ജീവിച്ചിരിപ്പുണ്ടല്ലോ. നിങ്ങൾ ഞാൻ എന്തായാലും പുള്ളിയായിട്ടുള്ള ബന്ധം നിങ്ങൾക്കറിയാം. അപ്പോൾ ആരാണോ പുള്ളിയെ വിശ്വാസത്തിൽ എടുക്കാതെ അവരോട് ചോദിക്കുക. ഞാൻ പുള്ളിയെ വിശ്വാസത്തിൽ എടുത്തോ ഇല്ലയോ എന്നുള്ളത് ദാറ്റ് ഈസ് ഇറലവന്റ്.